ശരിക്കും കുറച്ചുകൂടി വേഗം വന്നിട്ട് കുട്ടീനെ കരയിപ്പിച്ചിക്ക. ഉണ്ണീനെ ശ്രീകുട്ടി ചതിക്കുക. സംഭവം എങ്ങനെ വെച്ചാല് ശ്രീകുട്ടിയെ പറഞ്ഞ വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. റീചാർജ് ചെയ്യാനും നെറ്റായിട്ട് തന്നെ ഒന്നിനും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പണിക്കാൻ നിൽക്കണം. എലമംഗലം പൊട്ടിച്ച് കൂട്ടി ഇറങ്ങാം. അത് വൈകുന്നേരം വരെ പണി ഉള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. പണിക്കിടക്കാതെ പണി തുടങ്ങാം. എല്ലാവരും കടന്നുറങ്ങാണല്ലോ. ചായ കുടിക്കാനോ? ഗൈസ് ഇന്നലെ എന്നെ നേരത്തെ എണീപ്പിച്ച്, ഇന്ന് 8:30 എണീപ്പിച്ച്. എന്നിട്ട് ഞാൻ വേഗം കടിയും ചോറും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നിട്ടോ. ഇവിടെ മൂപ്പര് ഇപ്പൊ കടി കഴിച്ച് വൈദ്യം പോലും ആയിട്ടില്ല. എന്റെ മൊബൈലിൽ നെറ്റില്ലാത്തോണ്ട് ഞാൻ വേഗം തിന്നഴിഞ്ഞ്. അപ്പു ചെടി അവിടെ തിന്നോണ്ടിട്ടുണ്ട് മൊബൈല് നോക്കിയിട്ട്. ഇതിൽ പറിക്കാണ്ട് പറിക്കുക. ഈ ഭാഗത്തുള്ള വല്ല ഉണങ്ങിയും പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളും കാലിയായി കിടക്കുന്നുണ്ട്. ഇനി ആ കാണുന്ന പച്ച ഉണ്ടല്ലോ, അത് മൊത്തം പറിക്കാനുണ്ട്. ഇതിലേക്ക് വരണം. മാത്രമല്ല വേറെ എന്തോ തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും വരും തോന്നുന്നു. കേക്കുണ്ടാക്കി വെച്ചിരിക്കണം. ലളിതേച്ചി പറഞ്ഞിട്ട് അത്ര തണ്ട് ഞാൻ വെച്ചാൽ ഞാൻ തണ്ടോല് വെക്കൂലായിരുന്നു. ഞാൻ പോയിട്ട് ചോറ് കഴിച്ചിട്ട് തരാം കേട്ടോ. പോട്ടെ, ശരി. എവിടെ ഒന്നും കൊണ്ടുവാ. അതിങ്ങോട്ട് ഒന്നുകൂടി. ഇന്നലെ വന്ന ക്ലിയർ ടൈമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കൈ കൊണ്ടല്ല പൊട്ടിച്ചിട്ട്, ഇന്ന് കത്രികയും കൊണ്ട് വെട്ടി ഇട്ടത്. ഓരോ ക്ലിയർ ഭാഗത്ത് വെട്ടി ഇട്ടത്. അതുകൊണ്ട് കുറച്ച് വേഗത്തിലായി. നല്ല കുറച്ച് തണ്ടൊക്കെ ഉണ്ടായിരുന്നു. കേക്കോലാക്കി വെച്ചില്ലേ, അത് ഞാനാക്കി വെച്ചില്ല. അമ്മ വന്നിട്ട് കുട്ടീനെ കരയിപ്പിച്ചിക്ക. ഗോപ ചെയ്യണ്ട, ഗോപം ചെയ്യണല്ല അമ്മ മാറി. ഞാൻ ഫോട്ടോ ഇന്നത്തെ പണി പറഞ്ഞാല് അധികം പാടില്ലാത്ത പണിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കടന്നുകൊണ്ട് നിൽക്കുക, പിന്നെ കത്രിക എടുക്കുക, പിന്നെ ഓരോന്നിങ്ങനെ വെട്ടി ഇങ്ങനെ വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ കിങ്ങിണി അമ്മയും കയറിയാൽ നിൽക്കണ്. ഞങ്ങളെ കാണുന്നില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ സമയം 4:40 കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് കയറേണ്ടി. ആ 4:40 വരെ ഉണ്ടായിട്ടുള്ളൂ. അത് തീർക്കണമായിരുന്നു. അപ്പോഴാണ് ഇവർ കയറി വന്നത്. ഇനിയും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കടന്ന് തന്നെ ബോറടിക്കുക. ഞാൻ കടന്നിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ബോറടിക്കുക. ഇപ്പോൾ ചെറിയക്കന്മാരെ കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകട്ടോ. ഇപ്പോൾ അധികം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഉണർവോടെ ഫുട്ബോൾ കളിക്കാൻ വന്നിക്കണേ. എനിക്ക് എവിടെ വേദന? പുറമേ മേലൊക്കെ, അതിൻ്റെ പുറമേ മേലോ എല്ലാം വേദനയാണ്. മറ്റേ സിമെൻറ്റിൻ്റെ എന്തായിരുന്നു നീ ഇൻ്റർലോക്കിൻ്റെ പണിക്ക് പോയിട്ട് കാണണം. പുറം നല്ല വേദനയാണ്. അതിൻ്റെ ഉള്ളം കൈയിൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ പൊള്ളി കിടക്കുന്നു. എനിക്ക് ഈ ഉള്ളം കൈ എനിക്ക് കണ്ടോ. ആദ്യം എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നെഞ്ച് നീ ആയോ? എന്തെങ്കിലും ഞാനിവിടുന്ന് ഒരടി ഇങ്ങനെ പൊക്കി കളിച്ചാ. പൊക്കി കളിച്ചിട്ട് ഒരടി നേരെ അവൻ്റെ നെഞ്ചത്തേക്ക് പോയിട്ട് മെല്ലെ അടിച്ചേ. ഞാനിവിടുന്ന് ശ്രീകുട്ടന് പാസ് ഇട്ട് കൊടുത്താ. നേരെ പോയിട്ട് അവൻ്റെ മേത്ത് തട്ടി. ശ്രീകുട്ടെന്ന് പറഞ്ഞു ബോൾ അടിച്ച് കളഞ്ഞവരെന്നെ എടുക്കണമെന്ന്. എന്തിനാ അവനെ ഇറക്കണേ? ഞാൻ നിന്നെ ഇറക്കി തരട്ടെ? ഇവ ഉണ്ടല്ലോ, അവൻ ബോൾ അടിച്ച് ഇവൻ്റെ കാലിൽ തട്ടിയിട്ട് ഫ്രണ്ട് കോടെ ഇങ്ങനെ പോയിട്ട് ഇവൻ മെല്ലെ കാലുകൊണ്ട് ഇങ്ങനെ ഞൊണ്ടി പോവുക. അവനെ ഇറങ്ങി എടുക്കാന്നേ ഉള്ളൂ. ഞാൻ ഇറക്കി തരട്ടെ നിന്നെ? അവിടെ ഫ്രണ്ടിന്ന് മാറി എന്നാ കൈയാട്ട്. അതാരട്ടെ ഇവ ഇപ്പൊ എടുത്തുള്ളൂ. നീ ഇറങ്ങിക്കോ. ഉണ്ണീനെ ശ്രീകുട്ടി ചതിക്കുക. സംഭവം എങ്ങനെ വെച്ചാല് ശ്രീകുട്ടിയെ പറഞ്ഞ് ശ്രീകുട്ടി അടിച്ചടഞ്ഞ ആരടിച്ചടഞ്ഞാലും അടിച്ച ആള് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഇവനായിരുന്നു മങ്കി എന്നിട്ട് ഇവ അടിച്ചടഞ്ഞിട്ട് ഇവന്റെ കാലിൽ തട്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ആരെടുക്കണം? ഇവനാണ് എടുക്കേണ്ടത്. എന്നിട്ട് അവനെ കൊണ്ട് എടുപ്പിച്ച് നോക്ക്. മങ്കി ശ്രീകുട്ടാവട്ടെ. അവൻ പറഞ്ഞില്ല മങ്കി ആവുന്ന്. അവിടുത്തെ പാലത്തിന്റെ അവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല.
അടിക്കണ ബോൾ മൊത്തം തോട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഫുള്ള് ചളിയും കണ്ടോ. ഉണ്ണി അടി ഉണ്ണിയേ ഒരടി ഉള്ള ബോളൊക്കെ എന്നിട്ട് അമ്പറാക്കി കാറ്റടിച്ച് കൊണ്ട് നിൽക്കണേ. കളിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാലിൽ അവിടുത്തെ കല്ല് എന്തോ തട്ടിയിട്ട് നല്ല മുറിയുണ്ട് കാലിൻ്റെ അടിയിൽ. മറ്റേ തള്ളുകാരനില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇപ്പോൾ കാലിൻ്റെ അടി മൊത്തം ചളിയാണ്. ഇപ്പം ഞാൻ കാണിക്കില്ല. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ അടിച്ച് നോക്കിയാലോ, എന്താവെന്ന് അറിയില്ല. അടിച്ച് നോക്കാം എന്തായാലും. ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അച്ചു ഉണ്ണി ഇങ്ങോട്ട് വീട്ടിലേക്ക് വേഗം ഓടി കയറി വന്നിരിക്കണത്. അച്ചു മുണ്ട് കൊടുത്തിട്ട് മുണ്ട് എന്താ ഉണ്ണി തൊപ്പിയിട്ടിട്ട് വന്നിട്ടുണ്ട്. കിങ്ങിണി അവിടെ ഉണ്ട്. വലിയ മുറി പറഞ്ഞാൽ വലിയ മുറി ഉള്ളോട്ട് അയക്കണേ. പൊടി മണലൊക്കെ ഇതിലേക്ക് ആക്ക് സാനിറ്റൈസർ. വേണോ വേണോ കയ്യിലാക്കി വെച്ചു വേണ്ട 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 നീ അതിലാക്കിക്കോ. എടാ മേലെ 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 ശരിക്കും കുറച്ചുകൂടി വേഗം തുറക്കല്ലേ. അടാ ഇപ്പഴായിട്ടില്ല, എനിക്ക് കണ്ണില്ലേ. ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറി. അയ്യോ എന്ത് കുറ്റി നല്ല കയറ്റം കയറി ഇരിക്കണം ഉള്ളോട്ട്. ഉള്ളിൽ കുറ്റിയില്ല കേട്ടോ. സാനിറ്റൈസർ അടിച്ചു കൊടുത്താൽ വേഗം മുറി ഉണങ്ങും. അപ്പോൾ അധികം നടക്കാനധികം പാടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സമയം 11:13 ആയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാനുണ്ട്, പിന്നെ അച്ചുണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി എഡിറ്റ് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനലല്ലേ. അപ്പോൾ ഗെയിം കളിക്കലാണ്, അവ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം വ്ളോഗ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്കൊരുമാതിരി ആവുന്നുണ്ട്. ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ചിലപ്പോൾ നാളെ പൈസ ഇട്ടിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളെ പൈസ ഇട്ടിരിക്കും. പൈസ കിട്ടിയാൽ അപ്പം തന്നെ വൈഫൈയിൽ റീചാർജ് ചെയ്യും. അത് ഞാൻ ഒറ്റയ്ക്ക് പൈസ എടുത്തിട്ടല്ല, അമ്മേൻ്റേന്ന് കുറച്ച് അപ്പുചേട്ടേൻ്റേന്ന് കുറച്ച്. ഞാൻ അപ്പുചേട്ടയാണ് പണിക്ക് പോയത് ഇന്നും ഇന്നലെയും. അപ്പോൾ അതിൻ്റെ പൈസ ഉണ്ടാവും. എത്ര 300 ആണോ 500 ആണോ അറിയില്ല. അതിന് കുറച്ച് പൈസ ഇട്ടിട്ട് ക്ലിയർ പൈസ ആക്കിയിട്ട് എത്ര 1 മാസത്തിൻ്റെ ആണോ 2 മാസത്തിൻ്റെ ആണോ ക്ലിയർ അറിയില്ല കയറ്റും. അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.